നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം 19ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇരുപക്ഷത്തും വൻ നാശനഷ്ടങ്ങളും ജീവഹാനിയുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് നെതന്യാഹു ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുവെന്നും ഇപ്പോൾ കാണുന്നത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡീപ്പ് ഫേക്കുകളാണെന്നും അവകാശപ്പെടുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. അടുത്തിടെ പുറത്തിറങ്ങിയ ചില വീഡിയോകളാണ് ഈ സംശയങ്ങൾക്ക് ആധാരം. നെതന്യാഹുവിന് 6 വിരലുകൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഗുരുത്വാകർഷണ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കാപ്പി കുടിക്കുന്ന വീഡിയോ ക്ലിപ്പുകളും നെതന്യാഹുവിന് അത്യാഹിതമെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്: ലോകം പുതിയ പ്രശ്നം നേരിടാൻ പോകുന്നു. യാഥാർത്ഥ്യം തെളിയിക്കുക എന്നത് പഴയതിനേക്കാൾ ദുഷ്കരമായിരിക്കുന്നു. നെതന്യാഹു ജീവനോടെ ഇല്ല എന്ന് വിശ്വസിക്കാൻ തക്കതായ തെളിവുകൾ ഒന്നും തന്നെ നിലവിലില്ല. എന്നാൽ യഥാർത്ഥത്തെ വെല്ലും വിധം മനുഷ്യരുടെയും ചുറ്റുപാടുകളുടെയും AI ക്ലോണുകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന ഇക്കാലത്ത് ഇത് തെളിയിക്കുന്നത് ദുഷ്കരമാവുകയാണ്. നേരിട്ടല്ലാതെ ദൃശ്യങ്ങൾ കണ്ട് വിശ്വസിക്കുക എന്നത് അസാധ്യമായ ഒന്നായി മാറിയിരിക്കുന്നു. AI-യുടെ കാലത്ത് എങ്ങനെയാണ് ഇനി അസത്യ പ്രചരണങ്ങളെ തടയാനാവുക? എങ്ങനെയാണ് ആ അസത്യ പ്രചരണങ്ങൾ വഴി ഉണ്ടാകുന്ന കോലാഹലങ്ങൾക്ക് തടയിടുക? സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് ഇതോടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നെതന്യാഹു നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിന് ശേഷമാണ് അദ്ദേഹം ജീവനോടെ ഇല്ല എന്നും പരിക്കേറ്റിട്ടുണ്ട് എന്നും ഒക്കെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആരംഭിച്ചത്. വാർത്താ സമ്മേളന ദൃശ്യങ്ങളിൽ നെതന്യാഹുവിന്റെ വലതുകൈയിൽ 6 വിരലുകൾ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വാദിക്കുന്നു. ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വസ്തുത മറച്ചുവെക്കാൻ ഇസ്രായേൽ ഡീപ്പ് ഫേക്ക് ദൃശ്യങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന സംശയം ഇതോടെ ശക്തമായി. ഇതിന് മറുപടി എന്നോണം നെതന്യാഹു കോഫി ഷോപ്പിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയും ഫേക്ക് ആണ് എന്ന് അവകാശപ്പെട്ട് നിരവധി പേർ രംഗത്തു വന്നു. എന്നാൽ ഇപ്പോഴിതാ തന്റെ മരണം കാത്തിരിക്കുന്നവർക്ക് മറുപടിയുമായി നെതന്യാഹു നേരിട്ട് രംഗത്ത് വന്ന വീഡിയോയും വന്നിട്ടുണ്ട്. താൻ മരിച്ചെന്ന വാർത്തകൾ തള്ളിക്കൊണ്ട് പുതിയ വീഡിയോ പുറത്തുവിട്ടാണ് നെതന്യാഹുവിന്റെ രംഗപ്രവേശം. ഇറാൻ നേതൃത്വത്തെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കൻ സ്ഥാനപതി മൈക്ക് ഹക്കബിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് നെതന്യാഹു താൻ സുഖമായിരിക്കുന്നു എന്ന് അറിയിച്ചത്. അതേ മൈക്ക്, ഞാൻ ജീവനോടെയുണ്ട് എന്ന് അദ്ദേഹം പരിഹാസ രൂപേണ പറയുന്നുമുണ്ട്. അലി ലാരിജാനി, ഗുലാം റസ സുലൈമാനി എന്നീ 2 പ്രധാന ഇറാൻ നേതാക്കളെ ഇസ്രായേൽ വധിച്ചതായി നെതന്യാഹു അവകാശപ്പെട്ടു. തന്റെ പക്കൽ ഒരു പഞ്ച് കാർഡ് ഉണ്ടെന്നും അതിൽ നിന്ന് 2 പേരുകൾ ഇപ്പോൾ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നും നെതന്യാഹു പറയുന്നു. ഇനിയും പലരെയും ലക്ഷ്യമിടാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തകർക്കുക എന്നതും ഇറാൻ ജനതയ്ക്ക് നിലവിലെ ഭരണകൂടത്തെ മാറ്റാൻ അവസരം നൽകുക എന്നതുമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താൻ നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നും വ്യോമസേനയും നാവികസേനയും തമ്മിൽ ശക്തമായ സഹകരണമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഇസ്രായേൽ പൗരന്മാർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എന്നാൽ ഈ വീഡിയോയും AI നിർമ്മിതമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ എക്സിലും ടെലഗ്രാമിലുമെല്ലാം വ്യാപകമായി നിറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വീഡിയോകൾ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് പ്രചാരണം. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം കഴിഞ്ഞ മാർച്ച് 12-നായിരുന്നു നെതന്യാഹു ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഈ വീഡിയോ യാഥാർത്ഥ്യമല്ല എന്ന ആരോപണം തുടർന്ന് ഉയർന്നു. വീഡിയോയിലെ വ്യക്തിക്ക് 6 കൈവിരലുകൾ ഉണ്ടെന്നും വീഡിയോ AI നിർമ്മിതമാണെന്നുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം. ഇതോടെ വീഡിയോ AI നിർമ്മിതമാണെന്ന ആരോപണവുമായി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ രംഗത്ത് വന്നു. ഇതോടെ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം സജീവമായി. തുടർന്ന് ജെറുസലേമിലെ മലഞ്ചെരുവിൽ പ്രവർത്തിക്കുന്ന ദി സ്റ്ററ്റാഫ് എന്ന കഫേയിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു കാപ്പി കുടിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ മാർച്ച് 15-ന് പോസ്റ്റ് ചെയ്തു. തന്റെ കൈവിരലുകൾ യഥാവിധമാണെന്ന് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട് അതിൽ. ഇതും പക്ഷേ വ്യാജമാണെന്ന ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. പിന്നീടാണ് മാർച്ച് 16-ന് വൈകിട്ടോടെ അടുത്ത വീഡിയോ വരുന്നത്. താൻ മരിച്ചെന്ന് വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന ക്യാമറാമാന്റെ ചോദ്യത്തിന് എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നു എന്ന് പരിഹസിച്ചുകൊണ്ടാണ് നെതന്യാഹു മറുപടി നൽകുന്നത്. തന്റെ കൈകളിലെ വിരലുകളെല്ലാം കാണിച്ചുകൊണ്ട് താൻ ആരോഗ്യവാനാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്.
കഫേയിലെത്തിയവരുമായി നെതന്യാഹു സംസാരിക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ. ഇതിലും പക്ഷേ അപാകതകൾ ഏറെയാണ്. മാർച്ച് 16 പോസ്റ്റ് ചെയ്ത 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ 28-ാം സെക്കൻഡിൽ എത്തുമ്പോൾ നെതന്യാഹു റെസ്റ്റോറന്റിൽ എത്തിയ 2 യുവതികളുമായി സംസാരിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ എപ്പോഴും ധരിക്കാറുള്ള മോതിരമുണ്ട്. സംസാരത്തിനിടെ അദ്ദേഹം സമീപത്തെ കസേരയിൽ പിടിക്കാൻ ഇടത് കൈ നീട്ടുമ്പോൾ ഈ മോതിരം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പിന്നീട് കസേരയിൽ പിടിച്ച ശേഷം ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഇത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പിന്നീട് വീഡിയോയുടെ 37-ാമത്തെ സെക്കൻഡിൽ നെതന്യാഹു ഒരാളെ ഹസ്തദാനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇയാൾ തന്റെ ഇടത്തെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അയാളുടെ കയ്യിൽ 4 വിരലുകളെ അപ്പോൾ കാണാനാകുന്നുള്ളൂ. എന്നാൽ തൊട്ടടുത്ത നിമിഷം വിരലുകൾ മടക്കുമ്പോൾ 5 വിരലുകളും ഉണ്ട്. ദി സറ്റാഫ് കഫേയിൽ നിന്നുള്ള നെതന്യാഹുവിന്റെ 2 വീഡിയോകളും യുദ്ധത്തിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും വീഡിയോകളുമായി താരതമ്യം ചെയ്തപ്പോൾ മറ്റു ചില വ്യത്യാസങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ നെറ്റിത്തടത്തിൽ കാണുന്ന അത്രയും ചുളിവുകൾ പുതിയ വീഡിയോകളിലുള്ള വ്യക്തിക്കില്ല. മാത്രമല്ല, പഴയ ചിത്രങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നെതന്യാഹുവിന്റെ നെറ്റിയുടെ ഇടതുവശത്തായി 3 ചെറിയ മറവുകൾ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന സമയത്തെ ചിത്രങ്ങളും മറ്റു പഴയ ചിത്രങ്ങളും ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. പക്ഷെ കഫേയിൽ നിന്നുള്ള പുതിയ വീഡിയോയിൽ കാണുന്ന നെതന്യാഹുവിന്റെ നെറ്റിയിൽ പക്ഷേ ഈ മറവുകൾ കാണുന്നില്ല. നെതന്യാഹു ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കാനായി ഇറക്കിയ 2 വീഡിയോകളിലും ക്ലാരിറ്റിയും സ്മൂത്ത്നെസ്സും അസ്വാഭാവികമാണ് എന്ന് പറയുന്നു. മാത്രമല്ല, മുകളിൽ ചൂണ്ടിക്കാണിച്ച അപാകതകളും വീഡിയോ AI നിർമ്മിതമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഇത് സ്ഥിരീകരിക്കുന്നതിനായി AI ഡിറ്റക്ഷൻ ടൂൾ ഉപയോഗിച്ച് വീഡിയോ പരിശോധിച്ചപ്പോഴും വീഡിയോ AI നിർമ്മിതമാണ് എന്ന ഫലമാണ് ലഭിച്ചത് എന്ന് ഫാക്ട് ചെക്ക് പറയുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ദൃശ്യങ്ങൾ യഥാർത്ഥമല്ല എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് ഫാക്ട് ചെക്ക്. ഏതായാലും നെതന്യാഹുവിന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ ഭാഗികമായെങ്കിലും AI നിർമ്മിതമാണെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യം നെതന്യാഹു ജീവനോടെ ഉണ്ടോ എന്ന് തന്നെയാണ്. ഇതിനിടെ ലാരിജാനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇറാൻ ശക്തമായ തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും എല്ലാം ലക്ഷ്യമിട്ട് 100 കണക്കിന് ഡ്രോണുകളും മൾട്ടിപ്പിൾ വാർഹെഡ് മിസൈലുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം. മധ്യ ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. മധ്യ ഇസ്രയേലിലെ ഗുഷ്ഡാൻ മേഖലയിൽ സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത്. ഹോളോൺ നഗരത്തിൽ വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവയിൽ ചിലതിന് തീപിടിക്കുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടയിലും ഇസ്രയേലിനായി ചാരപ്പണി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഇതിനു പുറമെ ബെയ്റൂട്ടിലും സ്ഫോടനങ്ങൾ നടന്നതായും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണങ്ങളിൽ ഇതുവരെ 1300-ലധികം ആളുകൾ മരിച്ചുവെന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ മരണസംഖ്യ 1758 കടന്നിരിക്കാമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഇസ്രയേൽ മനഃപൂർവ്വം ജനവാസ കേന്ദ്രങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെക്കുകയാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം ലെബനനിലും ദുരന്തങ്ങൾ വിതയ്ക്കുന്നു. ലെബനനിൽ ഇതുവരെ 773 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ബുധനാഴ്ച തെക്കൻ ലെബനനിലെ സിദോനിൽ ഒരു കാറിന് നേരെ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തി. കൂടാതെ മധ്യ ബെയ്റൂട്ടിലെ ജനവാസ മേഖലയായ സുഖാഖ് അൽബ്ലാറ്റിൽ മുന്നറിയിപ്പില്ലാതെ നടന്ന വ്യോമാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെ ലക്ഷ്യം വെച്ചും ഇസ്രായേൽ സൈന്യം രാത്രികാല ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനിടെ ഗാസയിൽ ഹമാസ് കമാൻഡർ യഹ്യ അബു ലബ്ദയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ലാരിജാനിയുടെ ഖബറടക്കം ബുധനാഴ്ചയാണ്. ഇതിന് പ്രതികാരമായി ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാഖിലെ എർബിലിനിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിൽ സഹായിക്കാത്തതിന് നാറ്റോ സംഘത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചതായും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. മലയാളി വാർത്ത ഇൻസൈറ്റ്.